ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാസ് വേൾഡ്. ഇന്നിന് നല്ലൊരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ നാടൻ ക്ലാസിക് പഴംപൊരിനെയും ബീഫിനെയും ഞാനൊരു ചെറിയ അയച്ചുപണി നടത്തി ഒരു നല്ലൊരു ഇഫ്താർ ടൈം സ്നാക്കാക്കി മാറ്റി. അപ്പം നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാമല്ലേ. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം ബീഫ് ഇതുപോലെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 2 പച്ചമുളക് നെടുകെ കീറിയതും പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളിയും 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ല പോലെ കൈ കൊണ്ട് നിരടി യോജിപ്പിക്കുക. ഇനി ഇതെല്ലാം പാടെ കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മുടെ ബീഫിൽ നിന്ന് വെള്ളം വരും. എന്നിട്ടൊരു മീഡിയം തീയിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5-6 വിസിൽ വരുന്നത് വരെ വെക്കണം. ഇനി നമുക്ക് ക്രേപ്സിനേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1 മുട്ടയും 1/2 കപ്പ് പാലും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് മൂന്നും ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ലംസ് ഒന്നും ഇല്ലാതെ നല്ല ഫൈൻ ബാറ്ററാക്കി എടുക്കാം. ഇതുപോലെ നല്ല ഫൈൻ ആയിട്ടുള്ള ബാറ്റർ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മെയിൻ പാർട്ടായ പഴം വാട്ടിയെടുക്കാം. അതിനുവേണ്ടി ഞാനിതാ 2 പഴം ഇതുപോലെ ഒരല്പം കനത്തിൽ ചെരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വാട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ ഗീയും ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗീക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ എന്ന കണക്കിലാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു ചൂടായ പാനിലേക്ക് ഇത് ആഡ് ചെയ്ത് നമുക്ക് പഴം വാട്ടിയെടുക്കാം. ഒരുപാട് ഓയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഗീ മിക്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് പഴം നല്ല ബ്രൗൺ കളറായി മൊരിഞ്ഞു വരുന്നത് വരെ വാട്ടിയെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് വാട്ടിയെടുക്കാം. എന്നിട്ട് 2 ഭാഗവും നല്ലപോലെ മുരിഞ്ഞ് വന്നതിനാൽ നമുക്കിത് കോരിയെടുക്കാം. ഇതാ ഈ ഒരു പാകമാകുന്നത് വരെ മുരിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ബീഫ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചെറുതായി അരിഞ്ഞതും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകും പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ തെളിയുന്നത് വരെ, അതായത് ഈ എണ്ണയും മസാലയും ഒക്കെ കൂടി ബീഫിൽ പുരട്ടി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. കാരണം ബീഫൊക്കെ ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്, വേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മുരിച്ചെടുക്കാം. ഇനി നമുക്ക് ക്രേപ്സ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു ഫ്രൈ പാനിലേക്ക് ഒരല്പം മാവ്, ഒരുപാട് മാവ് എടുക്കേണ്ട, നമുക്ക് നല്ല തിൻ ക്രേപ്സാണ് വേണ്ടത്. ഇതുപോലെ നമ്മൾ ദോശയൊക്കെ ചുടുന്നത് പോലെ നല്ലപോലെ പരത്തി നമുക്ക് നല്ല തിൻ ക്രേപ്സ് റെഡിയാക്കിയെടുക്കാം. ഒരുപാട് വലിയ ക്രേപ്സും വേണ്ട, ചെറിയ ക്രേപ്സേ വേണ്ടൂ. ചെറിയ പത്തിലാണ് വേണ്ടത്. ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം ഗീ ഓയിൽ മിക്സ് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, നല്ല നേരിയ ക്രേപ്സാണ്. ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ക്രേപ്സ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി ഇത് അസംബിൾ ചെയ്യാം. ആദ്യം നമുക്കിതിലേക്ക് ഒരു പഴം വാട്ടിയത് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ബീഫ് ഫ്രൈ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 പീസ് വെക്കാം. അതിന് മുകളിൽ ഒരു ക്രഞ്ചിന് വേണ്ടി കുറച്ച് ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക, ചെറുതായി അരിഞ്ഞ ഉള്ളി. പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. പച്ചമുളക് കടിക്കുന്നതിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ആഡ് ചെയ്യുക, നല്ല ടേസ്റ്റാണ് അത് ആഡ് ചെയ്താൽ. പിന്നെ ഒരല്പം മല്ലിയിലയും ചേർത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം.
ക്രേപ്സിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റൂ. ഇനി ജസ്റ്റ് ഒരു മല്ലിയില വെച്ച് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ പാർസൽസും തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ബനാന ബീഫ് പാർസൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയും റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.